ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻറ്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുകയാണ്. നമ്മൾ ശരാശരി മലയാളിക്കാരൊരു ആഗ്രഹമായിരിക്കും ഫ്ലൈറ്റിൽ പോകുക എന്നില്ല അല്ലേ. അപ്പോൾ ഞാനിന്ന് ഫ്ലൈറ്റിൽ പോകുകയാണ്. മാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ ദീപേട്ടനും ആമശേച്ചി ആമിക്കുട്ടിയും കൂടിയാണ് നമ്മളെ കൊണ്ടുവിട്ടത്. ഫ്ലൈറ്റ് ഡിപ്പാച്ചർ 9:10 ആയിരുന്നു. നമ്മളൊരു 4 o'clock ആകുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോഴാണ് ഓരോ ഡോക്യുമെൻറ്റ്സ് എല്ലാം എടുത്ത് വെച്ചത്. എനിക്കൊന്നും അറിയാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാൻ ഏട്ടൻ്റെ കൂടെ ഏട്ടനെ ഒബ്സർവ് ചെയ്ത് എല്ലാവിടെയും പോകുകയായിരുന്നു. പക്ഷേ എല്ലാം മനസ്സിലാക്കുന്നുണ്ടായി. ഞാൻ 2 monthsലേക്കും ഏട്ടൻ 1 monthലേക്കുമാണ് വിസിറ്റിംഗ് വിസ എടുത്തിട്ടുള്ളത്. അപ്പോൾ തിരിച്ചും ഞാൻ ഒറ്റയ്ക്ക് വരണമല്ലോ. സോ ഞാൻ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഓരോ സ്ഥലത്ത് എത്തിയപ്പോഴായിട്ട് ഞാൻ ഫോൺ കൊടുത്തിട്ട് വീഡിയോ എടുത്തരോ ഫോട്ടോ എടുത്തരോ എന്ന് പറഞ്ഞ് ചൊറയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഏട്ടൻ സമാധാനപൂർവ്വം എനിക്ക് ഓരോ വീഡിയോയും ഫോട്ടോസും എടുത്തു തരുന്നുണ്ടായി. കാരണം ഏട്ടനറിയാം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാനിത് അങ്ങനെ 2024 ഇങ്ങനെ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് നടക്കുമെന്ന് വിചാരിച്ചതല്ല. അപ്പോൾ പെട്ടെന്നായിരുന്നു നമ്മുടെ വിസ റെഡി ആയിട്ടുണ്ടായിരുന്നത്. എനിക്ക് 2 months ആയതുകൊണ്ട് വിസ പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടായി. പക്ഷേ ഏട്ടന് 1 monthലേക്ക് കൊടുത്തുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് ഇഷ്യൂ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിസ കിട്ടിയിട്ടുണ്ടായില്ല. അവിടെ പെട്ടെന്നാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത്. നമ്മൾ മൺഡേ ടിക്കറ്റ് എടുത്തു ആൻഡ് ഫ്രൈഡേ നമ്മൾ പോകുകയാണ്. കുറച്ച് ടൈം ഫ്ലൈറ്റൊക്കെ നോക്കിയിരുന്നു. പിന്നെ എനിക്ക് എന്നെ ബോറടിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോഴത്തേക്ക് അവർ ഓരോരോ ആൾക്കാരെയായിട്ട് ഓരോ ഗേറ്റായിട്ട് വിളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. പിന്നെ എൻ്റെ എക്സൈറ്റേഷൻ ലെവൽ വീണ്ടും അങ്ങ് ഇൻക്രീസ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നിങ്ങൾ എങ്ങനെ എനിക്ക് പറഞ്ഞറിയിക്കേണ്ടേ അറിയില്ല. എനിക്ക് അത്രയും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ എൻ്റെ കൈക്ക് തന്നെ തണുത്ത് പോകുന്നുണ്ടായിരുന്നു. എനിക്ക് അത്രയും ഹാപ്പി ആയിരുന്നു. ആ മൊമെൻ്റ് ഒക്കെ ആയിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അറ്റ് ലാസ്റ്റ് ഞാൻ ഫ്ലൈറ്റിൽ കയറി ഗൈസ്. അങ്ങനെ ഫ്ലൈറ്റിൽ കയറി വെറുതെ ഇങ്ങനെ പുറത്തോട്ടേക്കൊക്കെ നോക്കി ബാക്കിയെല്ലാ സ്ഥലമൊക്കെ നോക്കി അവിടെയുള്ള ഓരോ ബട്ടൺസും ഞാനിങ്ങനെ വെറുതെ ക്ലിക്ക് ചെയ്ത് നോക്കുകയൊക്കെ ചെയ്തു. അപ്പോഴത്തേക്ക് അമ്മ വിളിച്ചു. അമ്മേനോട് സംസാരിച്ചു. അമ്മ ഭയങ്കര ഹാപ്പിയാണ്. കാരണം അമ്മയുടെയും ഭയങ്കര ആഗ്രഹമാണ് ഞാൻ ഫ്ലൈറ്റിൽ കയറല്ലേ, അമ്മക്കൊന്ന് ഫ്ലൈറ്റിൽ കയറാം. ഞാൻ അമ്മ ഇങ്ങനെ ഫ്ലൈറ്റ് ഇങ്ങനെ പുറത്തോട്ട് പോകുമ്പോൾ നമ്മളിങ്ങനെ മേലോട്ടേക്ക് നോക്കി കറക്കുന്നുണ്ട് വെറുതെ രസത്തിന്. അപ്പോഴേട്ടനപ്പോൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഫുൾ സെറ്റായിട്ടിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഫ്ലൈറ്റ് കയറിയോട്ട് ഏട്ടൻ ഫുൾ ഉറക്കമായിരുന്നു. അതിനിടയിൽ ചെറുതായിട്ട് ഞാനിങ്ങനെ തൊണ്ടൊക്കെ ചെയ്യുമ്പോഴേട്ടൻ ചെറുങ്ങനെ എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തരും. അങ്ങനെ അപ്പോൾ ഞാൻ എന്തായിരുന്നു, ഞാൻ ഫുൾ ഇങ്ങനെ ഓരോ സംഭവങ്ങളും ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതും എല്ലാം ഞാനിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പക്ഷേ എനിക്ക് മടുത്തു കേട്ടോ. ആദ്യമായിട്ടും ചേച്ചിയൊക്കെ പറഞ്ഞിട്ടുണ്ടായി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാക്കും ഇതൊക്കെ നോക്കിയിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഇൻട്രസ്റ്റൊക്കെ പോകുന്നു. അത് തന്നെയാണ് ശരിക്കും സംഭവിച്ചത്. എനിക്ക് പിന്നെ ഇങ്ങനൊരു മടുപ്പ് ഫീലായി. അത് കഴിഞ്ഞായിട്ട് എൻ്റെ ഫോണിൽ ഞാൻ ഫുൾ ടൈം ഹിൽ ക്ലൈംബ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് മുന്നേ ഉള്ള കുറച്ച് കാര്യങ്ങൾ കുറച്ച് എനിക്ക് ഇഷ്ടപ്പെടുന്ന ക്ലൗഡ്സ് അതൊക്കെ ഞാനിങ്ങനെ ഷൂട്ട് ചെയ്ത് അതിനിടയിൽ എൻ്റെ എക്സ്പ്രഷൻ എന്താണെന്ന് ഞാനതിൽ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് വേണ്ടിയൊന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. ആദ്യമൊക്കെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ലാൻഡ് കാണുമെങ്കിലും പിന്നെ ഫുൾ ക്ലൗഡ്സ് ആണ്. കുറച്ചുകൂടെ മേലോട്ടേക്ക് പോകുമ്പോൾ കറക്റ്റ് നമ്മുടെ എന്താ പറയുക, നമ്മളിങ്ങനെ സോഷ്യൽ സ്റ്റഡീസിൽ പഠിക്കുന്നില്ലേ, ഈ ഒരു സ്ഫിയറിലാണ് നമ്മുടെ ഫ്ലൈറ്റ് പോകുന്നത്. അങ്ങനെ ഓരോ ലെവലായിട്ട് നമുക്ക് ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നു. അപ്പോൾ ഏത് സ്ഫിയറിലും നമ്മുടെ ഫ്ലൈറ്റ് മൂവ് ആവുന്നത്, മോസ്റ്റ് ഓഫ് ദി എയറോപ്ലെയിൻസ് ഫ്ലൈ ഇൻ ദി ട്രോപ്പോസ്ഫിയർ അല്ലേ. ഇറ്റ് എക്സ്റ്റെൻഡ് അപ് ടു അപ്രോക്സിമേറ്റ് 11 kilometer above സീ ലെവൽ അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വീണ്ടും ലാൻഡ് കണ്ടു തുടങ്ങി. ലാൻഡ് കണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എവിടത്തേക്കാണ് പോകുന്നത് ഇതുവരെ പറഞ്ഞിട്ടില്ല അല്ലേ. UAE നമ്മൾ പോകുന്നത്, ഷാർജയിലേക്ക്. ഷാർജ അൽവാദിയാണ് അപ്പോട്ടൻ്റെ അച്ഛനും അമ്മയും. അച്ഛൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അമ്മ ഹൗസ് വൈഫാണ്. ഹണിമൂൺ എവിടെ പോകണമെന്ന് നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്രാവശ്യം എന്തായാലും അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്തോട്ടേക്ക് പോകാമെന്നാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മൾ ഹണിമൂൺ വേറൊന്നും ചിന്തിച്ചില്ല, നേരെ ഷാർജ തന്നെയാണ് നമ്മളങ്ങ് കണക്ക് കൂട്ടി. താഴേക്ക് നോക്കുമ്പോൾ ഫുൾ ബിൽഡിങ്സ് ആയിരുന്നു. ഏകദേശം UAEയുടെ ഫുൾ സ്ട്രക്ചർ എടുത്ത് വെച്ച പോലെ തന്നെ ഉണ്ടായി. 2 മാസത്തേക്കാണെങ്കിൽ ഒരു 2 കാലത്തെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ഇതൊക്കെ ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വെച്ച് ഇതൊക്കെ എപ്പോഴെങ്കിലും ഇങ്ങനെ കാണാമല്ലോ. ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ ആക്കിയതിന് ശേഷം ഞാൻ ഫുൾ ഡിലീറ്റ് ചെയ്യുന്നവർക്ക് അത്രയും വീഡിയോസ് ഞാൻ അപ്പോഴത്തെ ഫോണിലാണ്. എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് ഓൾറെഡി ഫുള്ളായി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലാൻഡ് ചെയ്തു ഗൈസ്. ലാൻഡ് ചെയ്തത് ഷാർജയിലേക്കല്ല, ദുബായിലേക്കായിരുന്നു. മാംഗ്ലൂർ ടു ദുബായ് ഫ്ലൈറ്റാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെ എൻ്റെ അച്ഛനും അമ്മയും അനീഷേട്ടനും കൂടി നമ്മളെ പിക്ക് ചെയ്യാൻ വരുവാണ് ചെയ്യുന്നുണ്ടായത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ്. അവിടെ നമ്മളൊരു ബസ് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. അവിടെ നമ്മൾ സിം കാർഡൊക്കെ വാങ്ങി. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ഞാൻ ഭയങ്കര ടയർഡായിരുന്നു. കാരണം ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ തന്നെ പ്രഷർ ഡിഫറൻസ് കാരണം എൻ്റെ ചെവി ഭയങ്കരമായിട്ട് പെയിൻ ഉണ്ടായി. വീഡിയോ ആൻഡ് ഫോട്ടോസ് എടുക്കാനുള്ള എൻ്റെ മൂഡൊക്കെ ഗുദാഹവായിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ആയിട്ട് നല്ല തലവേദന ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ, സ്റ്റേ ട്യൂൺ.